സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് സിറ്റിംഗ് സംഘടിപ്പിച്ചു. സിറ്റിംഗിൽ 41 പരാതികൾ പരിഗണിച്ചു. ഇവയിൽ 9 എണ്ണം തീർപ്പാക്കി. സിറ്റിംഗിൽ 41 പരാതികളാണ് പരിഗണിച്ചത്. 9 കേസുകൾ തീർപ്പാക്കുകയും ബാക്കി 32 കേസുകൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കാനായി മാറ്റിവെക്കുകയും ചെയ്തു. 9 കേസുകൾ തീർപ്പാക്കിയിട്ടുണ്ട്. അടുത്ത അദാലത്തിലേക്ക് 32 എണ്ണം മാറ്റിയിട്ടുണ്ട്. ചില കേസുകളിൽ ഇരുകക്ഷികളിൽ ഒരു കക്ഷി ഹാജരാവാതിരുന്നുകൊണ്ടാണ് അടുത്ത അദാലത്തിലേക്ക് കൂടുതലും പോയിരിക്കുന്നത്. വന്ന കേസുകളിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഗാർഹികമായിട്ടുള്ള പീഡനങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ ചില കേസുകളിൽ മെയിൻ്റനൻസിന് ഉത്തരവായിട്ട് പോലും അത് കൊടുക്കാതെ മുങ്ങി നടക്കുന്ന കക്ഷികളും ഉണ്ട്. അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് കക്ഷികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ ഭർത്താവിൽ നിന്നല്ലാതെ ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ നിന്ന് പീഡനം ഏൽക്കുന്ന ചില കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സിറ്റിംഗിൽ പോലീസ് റിപ്പോർട്ടിനായി അയച്ച കേസുകളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഗാർഹിക പീഡന പരാതികളിൽ കോടതികളിൽ നിലവിലുള്ള കേസുകളാണ് പരിഗണനയ്ക്ക് വന്നതിൽ അധികവും. കോടതി ഉത്തരവുണ്ടായിട്ടും ചെലവിന് നൽകുന്നില്ല എന്ന കേസുകൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഭർത്താവിൻ്റെ ബന്ധുവിൽ നിന്നും പീഡനം നേരിടുന്ന കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കും. കേസുകളിൽ മിക്കതും ഒരു കക്ഷി ഹാജരാവാത്തതിനാൽ തീർപ്പാക്കാനാവാതെ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിയതായി കമ്മീഷൻ അംഗം VR മഹിളാമണി പറഞ്ഞു. അഡ്വക്കേറ്റ് ബീന കരുവാത്ത്, കൗൺസിലർ ശ്രുതി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.